ഓരോ ഭാരതീയന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്ന വാഗ്ദാനം പാലിച്ചു. ആർക്കൊക്കെ ആ 15 ലക്ഷം കിട്ടി? പണം വന്നത് ജൻധൻ അക്കൗണ്ടിലേക്കോ? എന്താണ്, എങ്ങനെയാണ് ജൻധൻ അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചിലരുടെയൊക്കെ ജൻധൻ അക്കൗണ്ടുകളിലേക്ക് കുറച്ച് പണമൊക്കെ വന്നിരുന്നു. ആ കഥകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ജൻധൻ അക്കൗണ്ട് എന്ന് പരിശോധിക്കാം. കോവിഡ് കാലത്ത് കൊറോണ പാക്കേജിൽ ഉൾപ്പെടുത്തി ജൻധൻ അക്കൗണ്ടുള്ള വനിതകൾക്ക് പ്രതിമാസം 500 രൂപ വീതം 3 മാസം തുടർച്ചയായി ലഭിച്ച വിവരം നാം മറന്നു കാണില്ലല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ ഓരോ പൗരനെയും ബാങ്കിംഗ് സേവനങ്ങളുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 ആഗസ്റ്റ് 28-നാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചത്. സാധാരണഗതിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ മിനിമം ബാലൻസായി 1000-ഓ 2000-ഓ ആവശ്യമാണ്. അവിടെയാണ് ജൻധൻ അക്കൗണ്ടിന്റെ പ്രസക്തി. നിക്ഷേപിക്കാൻ പണമൊന്നുമില്ലാത്തവർക്കും ഫീസൊന്നും അടയ്ക്കാതെ സീറോ ബാലൻസിൽ അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യമാണ് ജൻധൻ അക്കൗണ്ടിലൂടെ സാധ്യമാകുന്നത്. ആധാർ കാർഡും ഫോട്ടോയും ഉണ്ടെങ്കിൽ ജൻധൻ അക്കൗണ്ട് എടുക്കാൻ സാധിക്കും. ജൻധൻ അക്കൗണ്ട് ഉടമകൾക്ക് നിക്ഷേപത്തിന്റെ പലിശ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ 2 ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസും ലഭിക്കുന്നു. മിനിമം ബാലൻസ് ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെ മുഴുവൻ പണവും പിൻവലിക്കാൻ സാധിക്കുന്നു. അപകട മരണ ഇൻഷുറൻസിന് പുറമെ ഗുണഭോക്താവിന് 30,000 രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലുടനീളം എളുപ്പത്തിൽ പണം കൈമാറ്റം ചെയ്യാൻ കഴിയുന്നു. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും സബ്സിഡികൾ കൈപ്പറ്റുന്നതിനും ഈ അക്കൗണ്ട് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ 10,000 രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യവുമുണ്ട്. അതിന് 6 മാസമായി ട്രാൻസാക്ഷൻ നടന്ന അക്കൗണ്ട് ആയിരിക്കണമെന്ന് മാത്രം. ജൻധൻ അക്കൗണ്ട് എടുക്കുന്നതിനായി അപ്ലിക്കേഷൻ ഫോം PMJDY-യുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നോ ബാങ്കുകളുടെ വെബ്സൈറ്റുകളിൽ നിന്നോ ബാങ്കിൽ നിന്ന് നേരിട്ടോ ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച ശേഷം ആധാർ കാർഡും ഫോട്ടോയും സഹിതം അടുത്തുള്ള ബാങ്ക് ശാഖയിൽ സമർപ്പിച്ചാൽ ജൻധൻ അക്കൗണ്ട് എടുക്കാൻ കഴിയും. ഇതെല്ലാം അറിഞ്ഞ് ജൻധൻ അക്കൗണ്ട് എടുത്ത ചിലരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് വലിയ തുകകൾ വന്നു ചേർന്നിരുന്നു. സംഭവം 2021 ആഗസ്റ്റിലാണ്. മഹാരാഷ്ട്രയിലെ ജ്ഞാനേശ്വർ എന്ന കർഷകന്റെ ജൻധൻ അക്കൗണ്ടിലേക്കാണ് 15 ലക്ഷം രൂപ എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ ബീഹാറിലെ രഞ്ജിത് ദാസിന്റെ അക്കൗണ്ടിലേക്കും 5.5 ലക്ഷം രൂപ വന്നിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അക്കൗണ്ടിൽ 15 ലക്ഷത്തിന്റെ ബാലൻസ് കണ്ട ജ്ഞാനേശ്വർ വളരെയധികം സന്തോഷിച്ചു. മാസങ്ങളോളം കാത്തിരുന്നിട്ടും ആരും അന്വേഷിച്ച് വരാതെയായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. തുടർന്ന് അതിൽ നിന്നും 9 ലക്ഷം രൂപ പിൻവലിച്ച് തന്റെ വീട് പണിതു. 15 ലക്ഷം രൂപ കിട്ടിയതിന് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തു. അതേസമയം രഞ്ജിത് ദാസ് ആകട്ടെ തന്റെ അക്കൗണ്ടിലേക്ക് വന്ന 5.5 ലക്ഷം രൂപ മുഴുവനായി പിൻവലിച്ച് എല്ലാം ചെലവഴിച്ചു. 6 മാസത്തിന് ശേഷം ജ്ഞാനേശ്വറിന് ബാങ്കിൽ നിന്നും ഒരു നോട്ടീസ് വന്നതോടെ സ്വപ്നങ്ങളെല്ലാം തകരുകയായിരുന്നു. ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം ഇല്ലാതായി. അബദ്ധത്തിലാണ് താങ്കളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നതെന്നും പണം തിരിച്ചടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ്. ബാങ്കിന് സംഭവിച്ച പിഴവിന്റെ ഫലമായാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ തുക ലഭിച്ചതെന്ന് അപ്പോഴാണ് മനസ്സിലായത്. യഥാർത്ഥത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് നൽകേണ്ട 15.34 ലക്ഷം രൂപയാണ് ജ്ഞാനേശ്വറിന്റെ അക്കൗണ്ടിലേക്ക് വഴിതെറ്റി വന്നത്. മാസങ്ങൾക്ക് ശേഷം ബാങ്ക് നടത്തിയ അന്വേഷണത്തിലാണ് പണം തെറ്റായ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് മനസ്സിലായത്. അപ്പോഴേക്കും 9 ലക്ഷം രൂപയെടുത്ത് ജ്ഞാനേശ്വർ വീട് പണിതെടുത്തു. ബാക്കി 6 ലക്ഷമുണ്ട്. അത് തിരിച്ചെടുത്തെങ്കിലും ചിലവായ 9 ലക്ഷം തിരിച്ചു നൽകണമെന്ന് പറഞ്ഞ് ബാങ്ക് ഉദ്യോഗസ്ഥർ
അദ്ദേഹത്തോട് അപേക്ഷിക്കുകയായിരുന്നു. ഗ്രാമീൺ ബാങ്കിന്റെ പിഴവ് മൂലമാണ് രഞ്ജിത് ദാസിന്റെ അക്കൗണ്ടിലേക്ക് 5.5 ലക്ഷം രൂപ എത്തിച്ചേർന്നത്. തെറ്റ് കണ്ടെത്തിയ ബാങ്ക് പണം തിരികെ ചോദിച്ചപ്പോൾ 15 ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുമെന്ന് മോദി പറഞ്ഞിട്ടുണ്ടെന്നും അതിൻ്റെ ആദ്യ ഗഡുവാണ് തനിക്ക് ലഭിച്ചതെന്നുമാണ് രഞ്ജിത് ദാസിന്റെ വാദം. പിന്നീട് വാദം പൊളിയുകയും കാര്യം മനസ്സിലാവുകയും ചെയ്തപ്പോഴേക്കും പണം മുഴുവൻ ചെലവായി കഴിഞ്ഞിരുന്നു. പണമെല്ലാം ചെലവായതിനാൽ ഇനി വേറെ വഴിയില്ലെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് മാനേജർ പരാതി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പിന്നീട് അദ്ദേഹം അറസ്റ്റിലാവുകയാണ് ഉണ്ടായത്. ഒന്ന് കേൾക്കുമ്പോൾ 9 പറയുന്ന നമ്മുടെ മീഡിയകൾ ഒരു പരിധിവരെ ഇതിനൊക്കെ ഉത്തരവാദികളല്ലേ? ജനങ്ങൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പൊല്ലാപ്പുകൾ ഇവരറിയുന്നുണ്ടോ? അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവർ മനസ്സിലാക്കുന്നുണ്ടോ? ഈ 15 ലക്ഷത്തിൻ്റെ വാർത്ത ഒരു തവണയെങ്കിലും നമ്മുടെ ചെവികളിലൂടെയെല്ലാം കടന്നു പോയിട്ടില്ലേ? സത്യത്തിൽ മോദി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓരോ വ്യക്തിയുടെയും പോക്കറ്റിലേക്ക് 15 ലക്ഷം രൂപ വീതം ഇടണമെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും കൂടി എത്ര രൂപ വേണ്ടിവരുമെന്ന് ചിന്തിക്കേണ്ടതല്ലേ? എല്ലാ രാഷ്ട്രീയ എതിരാളികളും കാലങ്ങളോളം നരേന്ദ്രമോദിയെ വിമർശിക്കാനും കളിയാക്കാനുമായി ഉപയോഗിക്കുന്ന ഒരു വിഷയമായിരുന്നു ഈ 15 ലക്ഷം. 2014 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി അദ്ദേഹം അത്തരമൊരു വാഗ്ദാനം നൽകിയിരുന്നു. നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും വളച്ചൊടിച്ചുണ്ടാക്കിയ ഒരു ഓലപ്പടക്കമായിരുന്നു അതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നമുക്ക് വേണ്ടതല്ലേ? ആർക്കൈവുകൾ പരിശോധിച്ചാൽ 15 ലക്ഷം രൂപയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത് 2013 നവംബറിൽ ഛത്തീസ്ഗഡിലെ കാങ്കറിൽ നടന്ന ഒരു റാലിയിലായിരുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമൊക്കെ നടന്നത് 2014 മറക്കരുത്. ഇത് 2013 2013 ഭരണത്തിലുണ്ടായിരുന്ന UPA സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. ഈ തട്ടിപ്പുകാർ വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണം നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ പാവപ്പെട്ട ഓരോ ഇന്ത്യക്കാരനും 15 മുതൽ 20 ലക്ഷം രൂപ വരെ ലഭിക്കും. അത്രയും പണമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിദേശത്തുള്ള കള്ളപ്പണത്തിന്റെ അളവിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വ്യക്തമാണ്. ഓരോ ഇന്ത്യക്കാരനും 15 ലക്ഷം രൂപ വീതമായാൽ എത്ര പണമുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പ്രത്യക്ഷത്തിൽ ഒരു വാഗ്ദാനവും ഉണ്ടായിരുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് കാലവുമായിരുന്നില്ല. 2014 പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു പരാമർശവുമില്ല. പ്രതിപക്ഷ നേതാക്കൾ ഈ വാചകങ്ങളെ വളച്ചൊടിച്ച് ആയുധമാക്കുകയായിരുന്നു. അത് നമ്മുടെ മീഡിയകൾ ഏറ്റുപിടിക്കുകയായിരുന്നു. ഇതുവരെ 15 ലക്ഷം ആർക്കും കിട്ടിയിട്ടില്ല. ആദ്യമൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴെന്താണ് ആ 15 ലക്ഷത്തെക്കുറിച്ച് മീഡിയകൾ ചോദിക്കാത്തതെന്ന ചോദ്യം പ്രസക്തമാണ്. കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന് ദരിദ്രരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുക എന്നതായിരുന്നു മോദിയുടെ ആശയം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി പദ്ധതി തയ്യാറാക്കുക, ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.